ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയെ കൊലപ്പെടുത്തി കായലിൽ തള്ളിയ കേസിൽ പ്രതിക്ക് തൂക്കുകയർ വിധിച്ചു. ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി പ്രബീഷിന് വധശിക്ഷ വിധിച്ചത്. 2021 ജൂലൈ 9-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഗർഭിണിയായിരുന്ന അനിതയെ കാമുകനും പെൺസുഹൃത്തും ചേർന്ന് കായലിൽ തള്ളുകയായിരുന്നു. ബോധരഹിതയായ അനിത മരിച്ചുവെന്ന് കരുതിയാണ് പ്രതികൾ കായലിൽ തള്ളിയത്. കാമുകൻ പ്രബീഷും പെൺസുഹൃത്ത് രജനിയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പുന്നപ്ര തെക്കേമഠം വീട്ടിൽ 32-കാരിയായ അനിത ശ്രീധരനെ കൊലപ്പെടുത്തിയ കേസിൽ മലപ്പുറം സ്വദേശിയായ പ്രബീഷാണ് ഒന്നാം പ്രതി. കൈനഗിരി സ്വദേശി 38-കാരിയായ രജനിയാണ് രണ്ടാം പ്രതി. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ അനിതയെ പ്രബീഷും രജനിയും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വിവാഹിതനായ പ്രബീഷ് വിവാഹിതരായ അനിതയും രജനിയുമായി ഒരേ സമയം അടുപ്പത്തിലായിരുന്നു. അനിത ഗർഭിണിയായതിന് പിന്നാലെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പാലക്കാട് ആലത്തൂരിലെ ഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്ന അനിതയെ 2021 ജൂലൈ 9-ാം തീയതി ആലപ്പുഴയിലേക്ക് പ്രതികൾ വിളിച്ചു വരുത്തി. KSRTC ബസ്സിൽ വന്നിറങ്ങിയ അനിതയെ ഓട്ടോയിൽ രജനി കൈനകരിയിലെ വീട്ടിലെത്തിച്ചു. പിന്നാലെ അനിതയെ പ്രബീഷ് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ അനിതയുടെ വായും മൂക്കും രജനി അമർത്തിപ്പിടിക്കുകയും ചെയ്തു. ഇതിനിടെ അനിത ബോധരഹിതയായി. കൊല്ലപ്പെട്ടെന്ന് കരുതി ഇരുവരും ചേർന്ന അനിതയെ പൂക്കൈത ആറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പള്ളാത്തുരുത്തിക്ക് സമീപം ആറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയതോടെയാണ് കേസ് പുറം ലോകമറിഞ്ഞത്. മയക്കുമരുന്ന് കേസിൽ ഒഡീഷയിലെ ജയിലിൽ കഴിയുന്ന രജനിയെ വിധി പറയാനായി നേരിട്ട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രജനിയെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല. അതിനാൽ ഹാജരാക്കിയതിനു ശേഷം വിധി പറയാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്.